ദൈവത്തിന്റെ കൃത്യമായ സമയം, ദൈവത്തിന്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് തലമുറയില്ലാതെ ഭാരപ്പെടുന്ന കുടുംബത്തോട്, വർഷങ്ങളായി തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന കുടുംബത്തോട് ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കേട്ട അബ്രഹാം 100-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം പ്രാപിക്കുമ്പോൾ കൃത്യമായ സമയം, ദൈവത്തിന്റെ സമയം അതായിരുന്നു പ്രിയരെ. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് തലമുറകളെ തരും. ജോലിയില്ലാതെ, തൊഴിലില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ കൃത്യമായ സമയത്ത് സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി വാതിൽ തുറക്കും. വർഷങ്ങളായി, മാസങ്ങളായി പല വിവാഹാലോചനകൾ കടന്നു വരുന്നു, നിന്റെ വിവാഹം നടക്കുന്നില്ല. പല ആലോചനകൾ കടന്നു വരുന്നു, എല്ലാ ആലോചനകളും മുടങ്ങിപ്പോകുന്നു, നിന്റെ കുഞ്ഞിന്റെ വിവാഹം നടക്കുന്നില്ല. കൃത്യമായ സമയത്ത്, ആ ദൈവത്തിന്റെ കൃത്യസമയത്ത്, ആ ദൈവത്തിന്റെ കൃത്യസമയത്ത് സ്വർഗത്തിലെ ദൈവം നിന്റെ തലമുറയ്ക്ക് തക്കതായ ഒരു തുണയെ കൊടുത്ത് മാനിക്കുവാൻ വിശ്വസ്തനാണ്. മോശയുടെ കാലത്തിലേക്ക് വന്നേ, ദൈവത്തിന്റെ ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിനെ, അല്ലെങ്കിൽ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈമിങ്ങിനെ, കൃത്യസമയത്തെ ഞാൻ നിങ്ങൾക്ക് അവിടെ കാണിക്കാം. പുറപ്പാട് 14-ന്റെ 13-14 വാക്യങ്ങളിൽ പറയുന്നു, അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ എന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. മിസ്രയീമിൽ നിന്ന്, ഈജിപ്തിന്റെ അടിമത്വത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. നമുക്കറിയാം, മുന്നോട്ട് പോകുവാൻ കഴിയാതെ ആർത്തലയ്ക്കുന്ന സാഗരത്തിന്റെ തിരകൾ. ചെങ്കടൽ, ചെങ്കടൽ എന്ന പേര് വരാൻ കാരണം എന്നാണെന്നറിയാമോ? റെഡ് കളറിലുള്ള റെഡ് സീ എന്നുള്ള പേര് വരാൻ ഒരു കാരണമുണ്ട്. ഇന്നും നമുക്ക് ആ കാരണം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ കടലിന് ചുറ്റും നിൽക്കുന്ന എല്ലാ പർവ്വതങ്ങൾക്കും ചുവന്ന കളറാണ്, ചെങ്കല്ലുകളാണ്, ചുവന്ന മണ്ണാണ്. സൂര്യന്റെ കിരണങ്ങൾ ആ പർവ്വതങ്ങളിൽ തട്ടി സാഗരത്തിലേക്ക് അടിക്കുമ്പോൾ അതിന്റെ ചില ഭാഗങ്ങളെല്ലാം ചുവന്നതായി തോന്നും. അതുകൊണ്ടാണ് അതിന് ചെങ്കടൽ എന്ന് പേര് വന്നത് തന്നെ. രണ്ട് വലിയ പർവ്വതങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു സാഗരമാണിത്. ഇപ്പോഴും നമുക്ക് ആ കാഴ്ച അവിടെ കാണാം. ആ പർവ്വതങ്ങൾക്ക് ചുവന്ന കളറാണ്. അതിൽ സൂര്യന്റെ കിരണങ്ങൾ തട്ടുമ്പോൾ ആ കിരണങ്ങൾ ഈ കടലിലേക്ക് പതിക്കപ്പെടുമ്പോൾ അതിന്റെ ചില ഭാഗങ്ങളിലും റിഫ്ലക്ട് ചെയ്യുന്നത് ചുവന്നാണ്, ചെങ്കടൽ. അതിന്റെ മുൻപിലാണ് ഇസ്രായേൽ മക്കൾ ഇപ്പോൾ നിൽക്കുന്നത്. മുന്നിലേക്ക് അവർക്ക് പോകുവാൻ വഴികളില്ല. വാഗ്ദത്ത കനാനിൽ എത്തണമെങ്കിൽ മറുകര എത്തണം. ദൈവം പറഞ്ഞ വഴിയിലൂടെയാണ് ഇവർ യാത്ര ചെയ്തത്. ഇവരിതിന്റെ മുൻപിൽ നിന്നു. പുറകെ ഫറവോനും സൈന്യവും വരുന്നു. അവർ കരുതി ഇതെല്ലാം അവസാനിക്കുന്ന സമയം, ഇതെല്ലാം കഴിയാൻ പോകുന്ന സമയം, എല്ലാം തീരാൻ പോകുന്ന സമയം. പക്ഷേ നമുക്കറിയാം, ആ ചെങ്കടലിന് മുമ്പിൽ ഈ ജനം നിൽക്കുമ്പോൾ അതിന്റെ 29, 30, 31 വാക്യങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നുപോയി, വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലിനെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രയീമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേലിൽ കാണുകയും ചെയ്തു. 31 വാക്യം പറയുന്നു, യഹോവ മിസ്രയീമ്യരിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേലിൽ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ടു, യഹോവയിലും തന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. എത്ര കൃത്യമായ സമയം! പുറകെ ഫറവോനും സൈന്യവും അടുത്തപ്പോൾ, അവരെ പിന്തുടർന്ന് പിടിക്കുമെന്നുള്ള വക്കിലെത്തിയപ്പോൾ, ചെങ്കടലിനെ വിഭാഗിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഈ ജനത്തെ മറുകരയിലെത്തിക്കുന്നു. അവരെ പിന്തുടർന്ന് കടന്നു വന്ന ഫറവോനെയും സൈന്യത്തെയും അതേ ചെങ്കടലിന്റെ മധ്യഭാഗത്ത് വെച്ച് കടലിനെ ഒന്നാക്കി ചേർത്തുകൊണ്ട് ഇല്ലായ്മ ചെയ്യുന്നു. തന്റെ ജനത്തെ സംരക്ഷിച്ച് ദൈവം പുറത്തു കൊണ്ടുവരുന്നു. നിങ്ങൾ ഇത് പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്.
ദൈവത്തിന്റെ കൃത്യമായ സമയം, ദൈവത്തിന്റെ കൃത്യമായ സമയം. പിറുപിറുക്കാനുള്ളവനെല്ലാം പിറുപിറുത്തു, വിമർശിക്കാനുള്ളവനെല്ലാം വിമർശിച്ചു, കളിയാക്കാനുള്ളവനെല്ലാം കളിയാക്കി. ഇതൊക്കെ കഴിഞ്ഞേ ദൈവം വരുള്ളൂ. നിനക്ക് പറയാനുള്ളതെല്ലാം നീ പറഞ്ഞു, വിമർശിക്കാനുള്ളതെല്ലാം നീ വിമർശിച്ചോ, പരിഹസിക്കാനുള്ളതെല്ലാം പരിഹസിച്ചോ. സ്തോത്രം. ദൈവം ഉണ്ടോന്ന് തന്നെ നീ ഒരുപക്ഷെ അങ്ങ് ചിന്തിച്ചോ. നിന്റെ ചിന്തയും വിമർശനവും പരിഹാസവും പിറുപിറുപ്പും എല്ലാം കഴിഞ്ഞേ ദൈവം വരുന്നുള്ളൂ. ഹല്ലേലൂയ. അതാണ് ഇവിടെ കണ്ടത്, ദൈവത്തിന്റെ കൃത്യമായ സമയം. എന്നാൽ പിറുപിറുക്കാതിരിക്കുന്നതാണ് നല്ലത്, വിമർശിക്കാതിരിക്കുന്നതാണ് നല്ലത്, അവിശ്വസിക്കാതെ വിശ്വസിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, ദൈവത്തെ ചോദ്യം ചെയ്യാതെ വിധേയപ്പെടുന്നതാണ് നിനക്ക് നല്ലത്. കാരണം എന്റെ ദൈവം കൃത്യമായ സമയത്ത് പ്രവർത്തിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ ആ കൃത്യസമയം എന്നുള്ള വിഷയത്തിൽ ഒന്ന് കത്തിക്കും ഇസഹാക്കിനും ഇടയിൽ സംസാരിച്ച ദൈവത്തെ കാണിച്ചു. 2 ഫറവോനും ചെങ്കടലിനും ഇടയിൽ കൃത്യസമയത്ത് ചെങ്കടൽ തുറന്ന ദൈവത്തെ മോശയുടെ കാലത്ത് കാണിച്ചു. ഇനി മറ്റൊരു സംഭവം ഏലിയാവിന്റെ കാലവുമായി ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കണക്ട് ചെയ്യുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ, അതിന്റെ 12-ാമത്തെ വാക്യം ആദ്യം ഒന്ന് വായിക്കുമ്പോൾ 1 രാജാക്കന്മാർ 17:12. നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് കിടക്കുന്ന സരഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക. അല്ലേ, അതിനവൻ നിന്റെ ദൈവമായ യഹോവയാണേ. വായിക്കാം. നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാറാഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് സാറാഫത്തിന് പോയി. അവൻ പട്ടണവാതിക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷണം അപ്പം കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിനവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരു അപ്പവുമില്ല. ഞാനിതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകന് വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാൻ ഇരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് കാണാൻ കഴിയുന്നുണ്ട്. ഏലിയാവ് എന്ന ദൈവപുരുഷനെ സരാഫത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം അയക്കുമ്പോൾ സരാഫത്തിൽ ഈ വിധവയായ സഹോദരിയുടെ അടുക്കൽ ഏലിയാവ് നിൽക്കുന്ന സമയത്ത് പ്രവാചകൻ അവളോട് അല്പം വെള്ളം കുടിക്കുവാൻ ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, യജമാനനെ. അവൾ വെള്ളമെടുക്കാൻ തിരിയുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് കഴിക്കാൻ 2 അടയും ചുട്ടുകൊണ്ടുവരിക. അവൾ പറഞ്ഞു, പ്രവാചകനെ, ഇന്ന് ഞങ്ങളുടെ സ്ഥിതി, ഞങ്ങളുടെ സിറ്റുവേഷൻ വളരെ ബാഡാണ്, മോശമാണ്. കാരണം കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരപ്പവുമില്ല. ഇതാ ഞാൻ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിക്കുവാനിരിക്കുകയാകുന്നു. നിങ്ങൾ ഓർക്കണം, ദൈവത്തിന്റെ കൃത്യസമയം. നിങ്ങൾക്കിത് കഥയായിരിക്കാം, ചരിത്രമായിരിക്കാം, വചനമായിരിക്കാം. പക്ഷേ ഞാനിത് പ്രസംഗിക്കുമ്പോൾ ഇത് പലരുടെയും അനുഭവമാണ്, പലരുടെയും ലൈഫാണ്. മരിക്കാൻ തീരുമാനിച്ച സമയത്ത്, ആത്മഹത്യ ചെയ്താൽ കൊള്ളാമെന്ന് ചിന്തിച്ച സമയത്ത്, എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ച സമയത്ത്, പിശാചിന്റെ നിരാശയുടെ പടുകുഴിയിൽ മുക്കിയ സമയത്ത്, എത്രയോ സന്ദർഭങ്ങളിൽ ദൈവം തന്റെ ദാസന്മാരെയും തന്റെ വചനത്തെയും തന്റെ ആലോചനകളെയും നിന്റെ അടുക്കൽ അയച്ച്, യൂട്യൂബിലെങ്കിൽ അങ്ങനെ, ഫേസ്ബുക്കിലെങ്കിൽ അങ്ങനെ, വാട്സാപ്പിലൂടെ കിട്ടിയ വീഡിയോ എങ്കിൽ അങ്ങനെ, നേരിട്ടെങ്കിൽ അങ്ങനെ, പ്രാർത്ഥനയിലൂടെങ്കിൽ അങ്ങനെ, എത്രയോ സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ സ്വർഗം നിന്നിൽ വെളിപ്പെടുത്തിയതിനാൽ നീ പോലും അറിയാതെ, താങ്കൾ പോലും അറിയാതെ, സഹോദര സഹോദരി, എത്രയോ പൈശാചിക മണ്ഡലങ്ങളെ, മരണത്തിന്റെ ദുരാത്മാവിനെ, മരണദൂതനെ, പൈശാചിക മണ്ഡലങ്ങളെ തകർത്ത് നിങ്ങൾക്ക് വിടുതൽ നൽകിയിട്ടുണ്ടെന്നറിയുമോ? ഇവിടെയും ഈ സഹോദരി മരിക്കുവാൻ തീരുമാനിച്ചതിന്റെ അന്ന്, ആ കൃത്യസമയത്ത്, എല്ലാരും ഒന്ന് പറഞ്ഞേ, കൃത്യസമയത്ത്. കൃത്യസമയത്ത് എന്നെ നോക്കി ഇരിക്കാനല്ല പറഞ്ഞത്, വാ തുറന്ന് പറഞ്ഞേ, കൃത്യസമയത്ത്, കൃത്യസമയത്ത്, കൃത്യമായ സ്ഥലത്ത് അയക്കേണ്ട പ്രവാചകനെ ദൈവം അയച്ചു. അല്ലേ?
ഏലിയാവ് എന്ന് പറയുന്ന ദൈവപുരുഷനല്ലാതെ ഇസ്രായേലിൽ മറ്റാര്, അല്ലെങ്കിൽ ശരഭത്തിൽ മറ്റാര് ഈ സ്ത്രീയുടെ വീട്ടിൽ വന്നാൽ ഇവളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരും? കാരണം അന്ന് ഏലിയാവല്ലാതെ യഹോവയ്ക്ക് മറ്റൊരു പ്രതിനിധി അവിടെ ഇല്ല. ആ കാലഘട്ടത്തിൽ സർവശക്തനാകുന്ന ദൈവത്തിന്റെ പ്രതിപുരുഷനായി, പ്രവാചകനായി ഏലിയാവെന്ന ദൈവപുരുഷൻ ആ ഭവനത്തിൽ, ആ വ്യക്തിയുടെ അരികിൽ വന്നതായിരുന്നു വാസ്തവത്തിൽ ആ സഹോദരിയുടെ ജീവിതത്തിന്റെ വഴിത്തിരിവ് എന്ന് പറയുന്നത്, ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. കൃത്യസമയം അന്ന് ഏലിയാവ് അവിടെ വന്നില്ലെങ്കിൽ, അന്ന് അവളുടെ വീട്ടിൽ ഒരു അത്ഭുതം നടന്നില്ലെങ്കിൽ, അന്ന് ഈ പറയപ്പെട്ട സംഭവം അവിടെ ഉണ്ടായില്ലെങ്കിൽ ആ കുടുംബത്തിൽ 2 മരണങ്ങൾ നടക്കുകയാണ്. ആ സ്ത്രീയും കുഞ്ഞും മരിക്കുകയാണ്. എങ്ങനെയാണ് മരിക്കുന്നത്? ആത്മഹത്യ ചെയ്യാണ്. ആത്മഹത്യ ചെയ്തവൻ സ്വർഗത്തിൽ പോവോ? ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും അവൻ പോകില്ല. അവൻ നിത്യനരകത്തിൽ നിവദിക്കും. അവന്റെ ആത്മാവ് നിത്യനരകത്തിൽ പ്രവേശിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവർ ഓർക്കണം, അവൾക്ക് എത്ര വിടുതലാ ലഭിച്ചത്. അവളുടെ ഭൗതിക വിഷയത്തിന് വിടുതലുണ്ടായി, ഏറ്റവും പ്രധാനമായി അവളുടെ ആത്മാവിന് വിടുതലുണ്ടായി. ആത്മാവിന്റെ വിടുതലല്ലേ ഏറ്റവും വലുത്? ആത്മാവിന്റെ രക്ഷയല്ലേ ഏറ്റവും വലുത്? അതും ആ സഹോദരിക്ക് ലഭ്യമാകുവാനിടയായി. അങ്ങനെയാണെങ്കിൽ ഏലിയാവിന്റെ കാലത്ത് സരഭത്തിലെ വിധവയുടെ വീട്ടിലും സംഭവിച്ചത് ദൈവത്തിന്റെ കൃത്യസമയമായിരുന്നു. കാനാവിലെ കല്യാണ വീട്ടിൽ സംഭവിച്ചത് ദൈവത്തിന്റെ കൃത്യസമയമായിരുന്നു. ബെഥേസ്ദ കുളക്കരയിൽ സംഭവിച്ചത് ദൈവത്തിന്റെ കൃത്യമായ സമയമായിരുന്നു. മോറിയാമലയിൽ സംഭവിച്ചത് ദൈവത്തിന്റെ കൃത്യമായ സമയമായിരുന്നു. ചെങ്കടലിന് മുമ്പിൽ സംഭവിച്ചത് ദൈവത്തിന്റെ കൃത്യമായ സമയമായിരുന്നു. എലീശയുടെ കാലം, ഏലിയാവ് കഴിഞ്ഞ് എലീശയുടെ കാലം. എലീശയുടെ കാലത്തിലേക്ക് വരുമ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശായോട് പറയുകയാണ്, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് യഹോവഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരന്റെ മക്കളെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു. കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് അടിമകളാക്കുവാൻ വീട്ടിൽ കടക്കാർ കയറിയിറങ്ങുമ്പോൾ, ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ, എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുമ്പോൾ കൃത്യസമയത്ത് ദൈവപുരുഷനായ എലീശായെ ആ ഭവനത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം അയക്കുകയാണ്. എലീശ എന്ന പ്രവാചകൻ അന്ന് ആ സഹോദരിയുടെ വീട്ടിൽ വന്നില്ലെങ്കിൽ അവളുടെ കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചു കെട്ടിക്കൊണ്ട് അടിമകളായി കൊണ്ടുപോകും. നമ്മൾ ഇന്നലത്തെ മെസ്സേജിൽ കേട്ടു, നയമാൻ എന്ന് പറയുന്ന മനുഷ്യന്റെ കാലഘട്ടത്തിൽ സിറിയയിൽ അടിമയായി പിടിച്ചുകൊണ്ടുവന്ന ഒരു പെൺകുട്ടിയിലൂടെ ആയിരുന്നു നയമാൻ എന്ന് പറയുന്ന മനുഷ്യൻ എലീശ എന്ന പ്രവാചകനെ പരിചയപ്പെട്ടതും ആ ഇസ്രായേലിൽ ചെന്ന് 7 തവണ യോർദാനിൽ മുങ്ങി സൗഖ്യം പ്രാപിച്ചതും. ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ടെന്നും അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടെന്നും നയമാന്റെ ഭാര്യയെ അറിയിച്ചത് ഇസ്രായേലിൽ നിന്ന് അടിമയായി പിടിച്ചുകൊണ്ടുവന്ന ഒരു പെൺകുട്ടിയാണ്. അന്നത്തെ കാലത്ത് ഈ കുഞ്ഞുങ്ങളെ അടിമയായിട്ട് എവിടോട്ടാണ് പിടിച്ചോണ്ട് പോകുന്നതെന്ന് ആർക്കും പറയുവാൻ കഴിയുകയില്ല. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടാൽ പിന്നെ ആ സ്ത്രീക്ക് ഒരിക്കലും ഈ കുഞ്ഞുങ്ങളെ തിരികെ കിട്ടുകയില്ല. വല്ലാത്തൊരു സാഹചര്യത്തിന്റെ നടുവിൽ വഴിമുട്ടി ഗതിമുട്ടി നിൽക്കുമ്പോൾ, വാതിലുകൾ മുഴുവൻ അടയപ്പെട്ടു നിൽക്കുമ്പോൾ ദൈവപുരുഷനായ എലീശായെ കൃത്യമായ സമയത്ത് ആ ഭവനത്തിലേക്ക് ദൈവം അയക്കുന്നു. എന്തിനാണെന്നറിയാമോ? ആ ക്ഷാമകാലത്ത്, ആ കടത്തിന്റെ കാലത്ത്, ആ പ്രതിസന്ധിയുടെ കാലത്ത് ആ കുടുംബത്തെ സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ, കടഭാരങ്ങളെ മാറ്റുവാൻ, ആ വീട്ടിൽ വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാൻ. അവിടെ ഞാൻ കാണുന്നു സഹോദരങ്ങളെ, ദൈവത്തിന്റെ കൃത്യമായ സമയം. ഇന്ന് രാത്രിത്തെ മെസ്സേജ് ഏതോ ഒരു കുടുംബത്തോടോ വ്യക്തിയോടോ ആണെന്ന് എനിക്കറിയാം, വിശ്വസിക്കുന്ന വ്യക്തിത്വങ്ങളോടാണെന്ന് അറിയാം. ദൈവത്തിന്റെ റൈറ്റ് ടൈം, ദൈവത്തിന്റെ കൃത്യമായ സമയം, ദൈവത്തിന്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് തലമുറയില്ലാതെ ഭാരപ്പെടുന്ന കുടുംബത്തോട്, വർഷങ്ങളായി തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന കുടുംബത്തോട് ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കേട്ട അബ്രഹാം 100-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം പ്രാപിക്കുമ്പോൾ കൃത്യമായ സമയം, ദൈവത്തിന്റെ സമയം അതായിരുന്നു പ്രിയരെ. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് തലമുറകളെ തരും. ജോലിയില്ലാതെ
തൊഴിലില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ കൃത്യമായ സമയത്ത് സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി വാതിൽ തുറക്കും. വർഷങ്ങളായി, മാസങ്ങളായി പല വിവാഹാലോചനകൾ കടന്നു വരുന്നു, നിന്റെ വിവാഹം നടക്കുന്നില്ല. പല ആലോചനകൾ കടന്നു വരുന്നു, എല്ലാ ആലോചനകളും മുടങ്ങിപ്പോകുന്നു, നിന്റെ കുഞ്ഞിന്റെ വിവാഹം നടക്കുന്നില്ല. കൃത്യമായ സമയത്ത്, ആ ദൈവത്തിന്റെ കൃത്യസമയത്ത്, ആ ദൈവത്തിന്റെ കൃത്യസമയത്ത് സ്വർഗത്തിലെ ദൈവം നിന്റെ തലമുറയ്ക്ക് തക്കതായൊരു തുണയെ കൊടുത്ത് മാനിക്കുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ.